ഹായ്, ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ബേസിക് കോഡിങ്ങിന്റെ രണ്ടാമത്തെ പാർട്ടാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യം കണ്ടതിന് ശേഷം ഇത് കാണാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ എന്താണ് മൈൻഡ് സെറ്റ്, എങ്ങനെയാണ് പഠിക്കാൻ ഇരിക്കേണ്ടത്, പിന്നെ എന്താണ് കൺസിസ്റ്റൻസി, ആ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷെ നമ്മൾ കോഡിങ്ങിന്റെ ബേസിക്സ് ഒന്നും തുടങ്ങിയിട്ടില്ല. പക്ഷെ ഇന്ന് മുതലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബേസിക്സ് കോഡിങ് എന്താണ്, അതുപോലെ തന്നെ എന്ത് കോഡിങ് വെച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, പിന്നെ അതുപോലെ തന്നെ എന്താണ് ലാംഗ്വേജ്, ഇവിടെ പഠിപ്പിക്കാൻ പോകുന്ന ഏത് ലാംഗ്വേജിലാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കോഡിങ് അറിയുന്നതിന് തൊട്ട് മുമ്പ് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ബേസിക്സ് നിങ്ങൾക്ക് എന്തുണ്ട് അറിയേണ്ടതുണ്ട്. അതായത് എന്താണ് കമ്പ്യൂട്ടർ, പിന്നെ കമ്പ്യൂട്ടർ എന്താണ്, പിന്നെ കുറച്ച് സോഫ്റ്റ്വെയർസ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണം. അപ്പൊ ആദ്യം ഞാൻ അതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റം, ഈ കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ തന്നെ ഡെസ്ക്ടോപ്പ്, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഡെസ്ക്ടോപ്പിൽ ലാപ്ടോപ്പ്, മൊബൈൽ, ഇതൊക്കെ ഒരു കമ്പ്യൂട്ടറാണ്. അപ്പൊ ഈ കമ്പ്യൂട്ടർ സിസ്റ്റമിൽ നമ്മൾ രണ്ട് ടൈപ്പ് തിരിക്കാൻ പറ്റും. ഓക്കെ, രണ്ട് ടൈപ്പ് തിരിക്കാൻ പറ്റും. അത് ഒന്ന് ഏതാന്ന് വെച്ചാൽ ഒന്ന് ഹാർഡ്വെയറും പിന്നെ ഒന്ന് സോഫ്റ്റ്വെയറും. ഇങ്ങനെ രണ്ട് രീതിയാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന് ഹാർഡ്വെയറും മറ്റൊന്ന് സോഫ്റ്റ്വെയറും. അപ്പൊ ഈ ഹാർഡ്വെയർ എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മൾ ഫിസിക്കലി കാണുന്ന, അതായത് നമുക്ക് തൊടാൻ പറ്റുന്നതും കാണാൻ പറ്റുന്നതായ ഒരു സംഭവമാണ് ഹാർഡ്വെയർ. അതായത് നമുക്ക് പറയുകയാണെങ്കിൽ എന്താണ്, നമ്മുടെ ഡെസ്ക്ടോപ്പ്, മോണിറ്റർ, അതുപോലെ തന്നെ CPU, പിന്നെ ഈ മൗസ്, ഇതൊക്കെ നമ്മൾ സ്കൂളുകളിലൊക്കെ എന്തുണ്ടാവും, കണ്ടിട്ടുണ്ടാവാം, തൊട്ടിട്ടുണ്ടാവാം, പിന്നെ നിങ്ങൾ ചില ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടാവാം. അപ്പൊ ആ സംഭവങ്ങളൊക്കെയാണ് ഹാർഡ്വെയർ. നമുക്ക് ഫിസിക്കലി ടച്ച് ചെയ്യാൻ പറ്റുന്നതും നമുക്ക് കാണാൻ പറ്റുന്നതും അതിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഹാർഡ്വെയർ. ഇത് അങ്ങനെ തന്നെ മനസ്സിലാക്കാം. ഇനി വേറൊരു സംഭവമാണ് സോഫ്റ്റ്വെയർ. എന്താണ് സോഫ്റ്റ്വെയർ? അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ എന്താണ്, അതായത് ഈ കമ്പ്യൂട്ടറല്ലേ, നമ്മുടെ ഈ കമ്പ്യൂട്ടറിന് സത്യത്തിൽ വെച്ചാൽ സ്വന്തമായ ഒരു ചെയ്യാൻ ശക്തി ഇല്ലാത്ത ഒരു സംഭവമാണ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ എന്ന് വെച്ചാൽ അതിന് സ്വന്തമായോ ഒരു കാര്യം ചെയ്യാൻ അതിന് അറിയില്ല, അല്ലേ? ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ തന്നെ കമ്പ്യൂട്ടർ ഞങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാതെ വെറുതെ ഇരുന്നാൽ കമ്പ്യൂട്ടർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. ജസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഫിസിക്കലി കാണാൻ തൊടാൻ പറ്റുന്ന ആ സംഭവമാണ് ഹാർഡ്വെയർ. അപ്പൊ ഈ ഹാർഡ്വെയറിനെ വർക്ക് ചെയ്യിപ്പിക്കണം, ഇതിന് എന്തെങ്കിലും ഒരു സംഭവം ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ എന്തിന്റെ ആവശ്യമുണ്ട്? സോഫ്റ്റ്വെയറിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഈ സോഫ്റ്റ്വെയർ ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് ശരിക്കും കമ്പ്യൂട്ടറെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റൂല. ആ കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ എന്താണ് സോഫ്റ്റ്വെയർ? ഈ സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ കൂടിയിട്ടുള്ള ഒരു സംഭവമാണ്. ആ സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ്, അതായത് അത് പറയുന്ന എന്തൊക്കെയാണോ, ആ ഇൻസ്ട്രക്ഷൻ എന്താണോ പറയുന്നത് അതുപോലെ ചെയ്യുന്ന ഒരു സംഭവമാണ് ഹാർഡ്വെയർ. അതാണ് നമ്മുടെ കമ്പ്യൂട്ടർ. ഓക്കെ, അത് ശരിക്കും വെച്ചാൽ നമ്മുടെ സ്റ്റാൻഡ് മനസ്സിലാക്കാം. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചാൽ ബോർഡിൽ, അപ്പൊ അതെന്ത് ചെയ്യാം, ആ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ നമ്മുടെ ഹാർഡ്വെയർ ആണ് കമ്പ്യൂട്ടർ. ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടർ. ഓക്കെ, ജസ്റ്റ് കമ്പ്യൂട്ടർ ഇതാണ്. അപ്പൊ കമ്പ്യൂട്ടറിന് ശരിക്കും എന്താ അറിയില്ല, സ്വന്തമായി ഒരു സംഭവം ചെയ്യാൻ അറിയില്ല. അപ്പോൾ ഇതിനെ ചെയ്യിപ്പിക്കുന്ന, ഇതിനൊരു ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് ചെയ്യിപ്പിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ പറഞ്ഞ സോഫ്റ്റ്വെയർ. ഇതൊരു സോഫ്റ്റ്വെയർ ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി. ഇതാണ് സോഫ്റ്റ്വെയർ. ഓക്കെ, ഇതാണ് സോഫ്റ്റ്വെയർ. അപ്പൊ ഈ സോഫ്റ്റ്വെയർ പറഞ്ഞ് എന്താണ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്, ആ ഇൻസ്ട്രക്ഷൻ വഴിയാണ് ആര് ചെയ്യുന്നത്, ഈ കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്, തുടങ്ങുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഒരു ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സോഫ്റ്റ്വെയർ ആണ് കമ്പ്യൂട്ടർ അല്ലേ. ഇനി നമുക്ക് സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് നമുക്ക് ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി എന്താണ് സോഫ്റ്റ്വെയർ? ആ സോഫ്റ്റ്വെയർ എന്നുള്ളത് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് തിരിക്കാൻ പറ്റും. ഒന്ന് നമുക്ക് ഞാൻ എഴുതി കാണിച്ചു തരാം. സോഫ്റ്റ്വെയർ നമുക്ക് രണ്ട് രീതിയിൽ തിരിക്കാൻ പറ്റും. ഒന്ന് നമുക്ക് എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ട്, സിസ്റ്റം സോഫ്റ്റ്വെയർ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എന്തെന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് എന്തുണ്ട്, സോഫ്റ്റ്വെയർസ് നമുക്കുണ്ട്. ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയർ, ഇതൊന്നാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഇപ്പൊ എന്താണ് ഇത്, സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം.
ഇപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ MS ഓഫീസ് അതുപോലെ തന്നെ എക്സൽ, ഇതൊക്കെ എന്താണ്, ഒരു ആപ്ലിക്കേഷൻസ് ആണ്. ഇപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്താൽ തന്നെ, അതായത് നമുക്ക് ഇപ്പോൾ ഒരു നിങ്ങൾ ഒരു ലാപ്ടോപ്പോ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പോ എടുത്തു കഴിഞ്ഞാൽ തന്നെ അത് നമുക്ക് ഡിഫോൾട്ടായിട്ട് ഇൻസ്റ്റാൾ ആയി കിടക്കുന്ന ഒരു സംഭവമായിരിക്കും എന്ത് ആപ്ലിക്കേഷൻ, ഈ MS ഓഫീസ് അതുപോലെ തന്നെ എക്സൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിന് അവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് എന്ത് ആപ്ലിക്കേഷൻ. ഇപ്പം അങ്ങനെ തന്നെ മനസ്സിലാക്കുക. അതിൽ ഞാൻ ഡീപ്പായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പം അങ്ങനെ തന്നെ മനസ്സിലായി. MS ഓഫീസ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവും, വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരായിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ പെയിന്റിങ് അതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, ഡെസ്ക്ടോപ്പ് കാര്യങ്ങൾ. അതൊക്കെ എന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻസ്. ഓക്കെ, അതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഇനി എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ, സിസ്റ്റം സോഫ്റ്റ്വെയറിന് നമുക്കൊരു എക്സാമ്പിൾ പറയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതാണ് OS. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതെന്താന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ബേസിക് തന്നെ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഇപ്പോൾ നമുക്ക് ഒരു ലാപ്ടോപ്പാണ് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ആദ്യം തന്നെ സംസാരിക്കുന്നതിനെ കുറിച്ചാണ്. അത് വിൻഡോസ് ആണോ അല്ല മാക് ആണോ? അതായത് വിൻഡോസ് എന്ന് വെച്ചാൽ മൈക്രോസോഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു OS ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോ. അതുപോലെ തന്നെ ആപ്പിൾ കമ്പനി, അതായത് ഐഫോൺ നിങ്ങൾ അറിയാലോ, ആപ്പിൾ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മാക്. അപ്പോൾ ഇതൊക്കെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇത് ജസ്റ്റ് അങ്ങനെ തന്നെ മനസ്സിലാക്കുക. ഇപ്പം നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവുമല്ലോ, അപ്ഡേറ്റ് ചെയ്യണം, വിൻഡോ അപ്ഡേറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ Windows 10, Windows 11 അതിൻ്റെ ഓരോ വേർഷൻ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. അതുപോലെ മാക്കിലും പല വേർഷൻസും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിനെ പറയുന്ന സംഭവമാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ഓക്കെ, അതാണ് OS. അപ്പോൾ എന്താണ് ഇത് തമ്മിൽ ബന്ധം എന്താണ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കമ്പ്യൂട്ടറായിട്ട് എന്താണ് ബന്ധം എന്നുള്ളതാണ് ഇനി നമുക്ക് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ മൈൻഡിൽ വെക്കുക. അതായത് നമ്മൾ പറഞ്ഞു സോഫ്റ്റ്വെയർ രണ്ട് രീതിയിലാണ്, ഒന്ന് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, പിന്നെ വീണ്ടും സിസ്റ്റം സോഫ്റ്റ്വെയർ. ഓക്കെ, ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ട്. ഈ രണ്ടെണ്ണം ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇതിൽ ബന്ധം എന്താണെന്ന് വെച്ചാൽ, ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമ്മുടെ ഹാർഡ്വെയറിൽ, അതായത് കമ്പ്യൂട്ടർ, അതിൽ നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് സിസ്റ്റം സോഫ്റ്റ്വെയർ വേണം. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഹാർഡ്വെയറിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് OS ഇല്ലാവണം. OS ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യാൻ പറ്റൂല. അതിങ്ങനെ കൺസെപ്റ്റ് ഇങ്ങനെ മൈൻഡിൽ വെക്കുക. അത് നിങ്ങളെ കൂടുതലായി എന്ത് ചെയ്യണ്ട, മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുക, റിവൈസ് ചെയ്തൊന്ന് കേൾക്കുക. അതായത് ഒന്നും കൂടി ഞാൻ പറയാം അവസാനമായിട്ട്. അതായത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, അതായത് നമ്മുടെ MS ഓഫീസ് അതുപോലെ തന്നെ എക്സൽ, ആ കാര്യങ്ങളൊക്കെ നമ്മുടെ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ് മെയിൻ, ഇതൊരു മിഡിൽ മാൻ ആണ്. ഈ മിഡിൽ മാൻ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഈ പറഞ്ഞ കമ്പ്യൂട്ടറിലേക്ക് എത്താൻ പറ്റൂല. അതാണ് ഈ കാര്യങ്ങൾ ഇങ്ങനെ തന്നെ മനസ്സിലാക്കാം. ഓക്കെ, ഇനി ഇപ്പോഴും ഞാൻ എന്ത് പറഞ്ഞിട്ടില്ല, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താണ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. അത് ഞാൻ ഇപ്പോഴാണ് ഞാൻ അത് തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, ആദ്യം ഇവിടെ നമുക്കൊരു കമ്പ്യൂട്ടർ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്താണ്, സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ഒരാളാണ് കമ്പ്യൂട്ടർ. അങ്ങനെ തന്നെ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഒരു ചെറിയൊരു മിസ്റ്റേക്ക് നമുക്ക് പറ്റിയ, അതായത് നേരത്തെ വരച്ച കമ്പ്യൂട്ടർ കണ്ടിട്ട് നമ്മളുടെ ടീംസ്, ഈ വീഡിയോയുടെ ബാക്കിൽ കുറച്ച് ടീംസ് നമ്മുടെ ടീം, അവർ കണ്ട് ചിരിച്ചപ്പോൾ എന്തായി, ആകെ വീഡിയോ കട്ട് ചെയ്യേണ്ടി വന്നു. പുതിയൊരു കമ്പ്യൂട്ടർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വരച്ചിട്ടുണ്ട്. അതിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, സൂപ്പറാടാ. ഇപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ ഉണ്ട്. നമുക്ക് ഈ കമ്പ്യൂട്ടറിന് ഞാൻ നേരത്തെ പറഞ്ഞു സ്വന്തമായി ഒരു ബുദ്ധി ഇല്ലാത്തതും, അതായത് സ്വന്തമായി ചെയ്യാൻ കഴിവില്ലാത്ത ഒരു സംഭവമാണ് കമ്പ്യൂട്ടർ, അല്ലേ? ഈ സ്വന്തമായി ചെയ്യില്ലാത്ത കമ്പ്യൂട്ടർ. പക്ഷെ കമ്പ്യൂട്ടറിന് ഒരു സംഭവമുണ്ട്. അതായത് കമ്പ്യൂട്ടറിന് ഏത് ലാംഗ്വേജ് അല്ല, അതായത് കമ്പ്യൂട്ടറിന് അറിയുന്നതായ ഒരു ലാംഗ്വേജ് ഉണ്ട്. അതാണ് ബൈനറി ലാംഗ്വേജ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതായത് കമ്പ്യൂട്ടർ, അതായത് ഞാൻ ഒരു റിയൽ ടൈം എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഒരാളെ പേര് പറയാം. ഇപ്പോൾ നമ്മുടെ ടീമിൻ്റെ ബാക്കിലുള്ള നമ്മുടെ വീഡിയോ ചെയ്യുന്ന ഒരാളുണ്ട്, ആളുടെ പേരാണ് സാവിയോ. അപ്പോൾ ഒരു സാവിയോ എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇത് സാവിയോ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കണക്കൂട്ടുക. ഇത് സാവിയാണ്. അപ്പോൾ സാവിയോക്ക് എന്താ അറിയാം, ഒരു മലയാളം അറിയാം. അപ്പൊ ശരിക്കും സാവിയോ എന്താണ്, ഒരു മലയാളി. ഓക്കെ, മലയാളി
സോറി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മലയാളി. അപ്പൊ മലയാളിയാണ് ആര്, സാവ്യ. ഇനി അടുത്ത ഒരാളെ വന്നു. ഓക്കെ, അത് നമ്മുടെ അടുത്ത ടീം രാഹുലാണ്. രാഹുൽ എന്താ അറിയില്ല, മലയാളം അറിയില്ല. ആള് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവാം. നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വീഡിയോ പോയി കണ്ടാൽ ആളെന്ത് കാണാൻ പറ്റും. അപ്പൊ ആളാണ് രാഹുൽ. രാഹുൽ എന്താ വെച്ചാല്, രാഹുൽ ഒരു നമുക്ക് ബംഗാളിയാക്കാം. ബംഗാളി എന്താ ഓക്കെയാണ്, ബംഗാളി. അപ്പോൾ ശരിക്കും വെച്ചാൽ രാഹുൽ എന്താണ്, ഒരു ഹിന്ദി അറിയുന്ന ആളാണ്. ഓക്കെ, ഹിന്ദിക്കാരനാണ് രാഹുൽ. എന്താണ്, ഒരു ഹിന്ദിക്കാരനാണ്. അതുപോലെ തന്നെ സാവ്യ മലയാളിയാണ്. ഈ ശരിക്കും വെച്ചാൽ ഇവരുടെ കോൺവെർസേഷൻ ചിന്തിക്കണം. രാഹുലിന് എന്തറിയില്ല, മലയാളം അറിയില്ല. അതുപോലെ തന്നെ സാവ്യൊക്കെ എന്തറിയില്ല, ഹിന്ദി അറിയില്ല. ഇപ്പൊ ഇവരുണ്ട സംസാരിക്കാൻ പറ്റാൻ എന്താവും, ഇങ്ങനെ ചിന്തിച്ചു നോക്കി. ക്യാ ബായിന്ന് രാഹുൽ ചോദിക്കുമ്പോ മലയാളി പറയൂ എന്താടാ, അല്ലേ? സംഭവം അങ്ങനെയല്ലേ. നമുക്ക് ഈ മലയാളിക്ക് എന്താ അറിയില്ല, ഹിന്ദി അറിയില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് വേറെ ഒരാളും കൂടി വരുന്നത് നമ്മുടെ ടീമിലുള്ള ഒരാളും കൂടിയാണ് സുഹൈൽ എന്ന് പറഞ്ഞ ഒരാള്. നമ്മുടെ ടീമാണ്. ആളും ഈ ബീഡിന്റെ ബാക്കിലുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, ആളാണ് എന്ത്, സുഹൈൽ. ഓക്കെ, ഈ സുഹൈൽ എന്തറിയാം, മലയാളം അറിയാം, അതുപോലെ തന്നെ ഈ ഹിന്ദിയും അറിയാം. മനസ്സിലായോ? ഇപ്പൊ ഇങ്ങനെ ഉണ്ടാവുമ്പോ ഇപ്പൊ എന്തായി, സാവിയോക്ക് ഒരു സന്തോഷമായി. കാരണം എന്താ വെച്ചാൽ ഒരു മലയാളി കണ്ടല്ലോ. അതുപോലെ തന്നെ രാഹുൽ എന്തായി, ഹിന്ദി അറിയാവുന്ന ഒരാളെ കിട്ടിയല്ലോ എന്നുള്ള സന്തോഷമായി. കാരണം സാവിയോക്ക് ഹിന്ദി അറിയില്ല, രാഹുൽ മലയാളം അറിയില്ല. അപ്പൊ എന്ത് ചെയ്യും, ശരിക്കും വെച്ചാൽ ഈ മധ്യവർത്തി ഇയാളാണ് എന്ത്, ഒരു ട്രാൻസ്ലേറ്റർ. കാരണം എന്താ വെച്ചാൽ മലയാളം ഇവിടെ നിന്ന് കേട്ടിട്ട് അത് നേരെ എന്ത് ചെയ്യും, ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അതുപോലെ തന്നെ രാഹുലിന്റെ ഹിന്ദി കേട്ടിട്ട് അത് നേരെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഒരു ട്രാൻസ്ലേറ്ററാണ് ആര്, നമ്മുടെ സുഹൈൽ. ഈ കൺസെപ്റ്റ് ഓക്കെ അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ കമ്പ്യൂട്ടറിന് എന്തുണ്ട്, സ്വന്തമായി ഒരു ലാംഗ്വേജ് ഉണ്ട്. നേരത്തെ രാഹുലിന് ഹിന്ദി അറിയുന്ന പോലെ, അതുപോലെ തന്നെ സ്വാവ്യക്കും മലയാളം അറിയുന്നത് പോലെ നമ്മുടെ കമ്പ്യൂട്ടറിന് ഒരു സ്വന്തമായ ഒരു ലാംഗ്വേജ് അറിയാം. ആ ലാംഗ്വേജിന്റെ പേരാണ് എന്ത്, ബൈനറി ലാംഗ്വേജ്. ഓക്കെ, ബൈനറി ലാംഗ്വേജ് ആണ് എന്ത്, ഈ കമ്പ്യൂട്ടറിന് അറിയുന്നത്. അപ്പൊ വേറെ ഒരു ലാംഗ്വേജും ആർക്കും അറിയില്ല. അപ്പൊ ശരിക്കും എന്ന് വെച്ചാല് ഈ ട്രാൻസ്ലേറ്റർ വന്നതുകൊണ്ടാണ് ഈ മലയാളിക്ക് അറിഞ്ഞത്. അതായത് രാഹുൽ നേരെ മലയാളിക്ക് ഹിന്ദി പറയുകയാണെങ്കിൽ ശരിക്കും ഈ സാവിയൊക്കെ ഈ മലയാളിക്ക് എന്ത് ചെയ്യില്ല, തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ കേസിലും അതുപോലെ തന്നെ ബൈനറി ലാംഗ്വേജ് അറിയാവുന്ന കമ്പ്യൂട്ടറിനെ ബൈനറി ലാംഗ്വേജിൽ പറഞ്ഞാൽ മാത്രമേ എന്തായാലും മനസ്സിലാവുള്ളൂ, ഈ പറഞ്ഞ ലാംഗ്വേജ് മനസ്സിലാവും, അല്ലേ? അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവിടെയാണ് നമുക്ക് നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വരുന്നത്. അതായത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ പറയാമല്ലോ, ഈ സാവിയൊക്കെ മലയാളം എന്നുള്ളത് ലാംഗ്വേജ് ആണ്. അതുപോലെ തന്നെ ഹിന്ദി എന്നുള്ളത് ഒരു ലാംഗ്വേജ് ആണ്. അതുപോലെ അതേ കൺസെപ്റ്റ് ആണ് നമ്മുടെ കോഡിങ്ങിൽ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അതായത് കോഡിംഗ് ലാംഗ്വേജ് മൾട്ടിപ്പിൾ ലാംഗ്വേജസ് ഉണ്ട്. അതുപോലെ ജാവ ഇതൊരു ലാംഗ്വേജ് ആണ്. അതുപോലെ തന്നെ ജാവ സ്ക്രിപ്റ്റ് ഇതൊരു ലാംഗ്വേജ് ആണ്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ പൈത്തൺ ഇതൊക്കെ ഒരു ലാംഗ്വേജസ് ആണ്. അപ്പൊ അതുപോലെ ഇങ്ങനെ മനസ്സിലാക്കാം, മലയാളം, ഹിന്ദി, കന്നഡ, തുളു, തമിഴ് ഇങ്ങനെയുള്ളതൊക്കെ ഓരോ ലാംഗ്വേജസ് ആണ്. അപ്പൊ ആ രീതി അതാണ് ലാംഗ്വേജസ്. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എന്തേ ലാംഗ്വേജസ് എന്താണെന്നുള്ളത് മനസ്സിലായി. നോർമൽ ലാംഗ്വേജ് എന്താണോ അത് തന്നെയാണ്. അപ്പൊ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വരുമ്പോഴാണ് നമ്മൾ ജാവ ഈ പറഞ്ഞ പോലെ പൈത്തൺ അങ്ങനെയുള്ള കാര്യങ്ങൾ വരിക. അപ്പോ ശരിക്കും വെച്ചാൽ നമുക്കിപ്പോൾ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന ലാംഗ്വേജ് ആണ് ജാവ. അതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പൊ ജാവയിൽ ഞാൻ എന്ത് ചെയ്യുന്നു, കുറച്ച് കോഡ് എഴുതുന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ കുറച്ച് കോഡ് എന്ത് ചെയ്യുന്നു, റൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇന്ന കാര്യങ്ങൾ കോഡ് ചെയ്യും. ഇതൊക്കെ കോഡുകളാണ്. അങ്ങനെ തന്നെ മനസ്സിലാക്കിയാൽ മതി, വേറെ ഒന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ട. കോഡിലേക്ക് നമ്മൾ കടക്കുന്നതാണ്. ഇപ്പൊ അങ്ങനെ തന്നെ മനസ്സിലാക്കി. ഈ കോഡ് നമ്മൾ എന്ത് ചെയ്ത് എഴുതി. പക്ഷെ നമ്മൾ ഇവിടെ കോഡ് എഴുതിയത് ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള കോഡുകൾ, അതായത് മനുഷ്യന്മാർക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന കോഡാണ്. പക്ഷെ അത് ആ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് നമുക്ക് മനുഷ്യന്മാർ ഉപയോഗിക്കുന്ന, ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു, മനുഷ്യന്മാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, മനുഷ്യന്മാർക്ക് റീഡബിൾ ആയിട്ടുള്ള കോഡാണ്, ആ ലാംഗ്വേജ് ആണ് ഇത്. ഈ ലാംഗ്വേജ് ആർക്ക് മനസ്സിലാവില്ല, കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല.
കാരണം കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജ് എന്താണ്, ബൈനറിയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കൺസെപ്റ്റ് വരുന്നത്. എന്ത്, ഇവിടെ ഒരു ട്രാൻസ്ലേറ്റർ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഈ സുഹൈൽ പറഞ്ഞ ട്രാൻസ്ലേറ്റർ, അതായത് ഹിന്ദിയോ മലയാളം അറിയുന്ന ഒരാൾ, അതുപോലെ ഒരു ട്രാൻസ്ലേറ്റർ വരും. ആളുടെ പേരാണ് എന്ത്, കമ്പൈലർ. ഓക്കെ, ആളുടെ പേരാണ് കമ്പൈലർ. ഈ കമ്പൈലറാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള ഈ കോഡിനെടുത്ത് നേരെ എന്ത് ചെയ്യും, ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ബൈനറി ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് കൊടുക്കും. അപ്പോൾ ഇതാണ് സംഭവം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ബൈനറി ലാംഗ്വേജ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, സംഭവം ബൈനറി ലാംഗ്വേജ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, വറീഡ് ആവേണ്ട ആവശ്യമില്ല. അതെന്താണ്, ഒരു ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. കമ്പ്യൂട്ടറിൻ്റെ ഒരു ലാംഗ്വേജ് ആണ്. അതായത് കമ്പ്യൂട്ടറിൻ്റെ ഒരു ലാംഗ്വേജ് ഉണ്ട്, ഈ 010101 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് ഇത്. മനസ്സിലാക്കുന്നത് ശരിക്കും ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഹ്യൂമൻ റീഡബിൾ ആയിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് ഈ 0101 പറയുമ്പോൾ എന്താണ് പറയുന്നത് പോലെ മനസ്സിലാക്കില്ല അല്ലേ. കൺസെപ്റ്റിൽ എന്താണ് ബൈനറി ലാംഗ്വേജ് ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ വീഡിയോസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബൈനറി ലാംഗ്വേജ് എന്താണെന്ന് അതിനെ ഡീപ്പായിട്ടും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ കൺസെപ്റ്റും ക്ലിയർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ ഇങ്ങനെയുള്ള വിവരങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. എന്താണ് നമ്മൾ എന്താണ് ലാംഗ്വേജ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെ, അതുപോലെ തന്നെ പ്രോഗ്രാമിംഗ് അതായത് കോഡിങ് എന്താണ്, പിന്നെ എന്താ എക്സ്ട്രാ ഒരു കമ്പൈലർ, എന്താ കമ്പൈലറും, പിന്നെ അതുപോലെ തന്നെ ഹാർഡ്വെയർ, അതുപോലെ സോഫ്റ്റ്വെയർ, സിസ്റ്റം സോഫ്റ്റ്വെയർ, ഇങ്ങനെയുള്ള എല്ലാ കൺസെപ്റ്റും നമ്മളിവിടെ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്, ഇപ്പോൾ ചിലപ്പോൾ ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടാകും. അങ്ങനെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ടെലിഗ്രാം ലിങ്ക് ഉണ്ട്, അവിടെ ജോയിൻ ചെയ്യാം. എന്നിട്ട് സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ആ രീതിയിൽ മുന്നോട്ട് പോകാം. ഓക്കെ, ഈ കൺസെപ്റ്റ്, അതായത് ഈ കൺസെപ്റ്റിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ചോദിക്കുക. അതായത് അന്നന്ന് നടക്കുന്ന കാര്യങ്ങൾ, അതായത് കഴിഞ്ഞു പോയ വീഡിയോസും അതുപോലെ തന്നെ ഇന്ന് നടക്കുന്ന കൺസെപ്റ്റ്സും നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അതല്ലാതെ നിങ്ങൾ വേറെ ഒരു കാര്യം എടുത്തിട്ട് അതിൽ ചോദിക്കാൻ പാടില്ല. അപ്പോൾ ഈ ഇന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ അവിടുന്ന് ഡൗട്ട് ക്ലിയർ ചെയ്ത് പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് തൊട്ട് മുമ്പ് ആ വീഡിയോ എന്ത് ചെയ്യുക, ആദ്യത്തെ പാർട്ട് 1 കാണാം, എന്നിട്ടാണ് ഈ പാർട്ട് 2ലേക്ക് വന്ന് കാണേണ്ടത്. ഓക്കെ, എന്നാൽ ശരി. രാത്രി 10:50 നമ്മുടെ ടീംസൊക്കെ ഉറങ്ങാൻ തുടങ്ങി. നമ്മൾ എന്ത് ചെയ്യുന്നു, നിർത്താൻ പോവാണ്. കീപ് വാച്ചിങ്.